പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം നാവ് തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സംസാരിക്കാനുള്ളൊരു ശേഷി, ശബ്ദിക്കാനുള്ളൊരു കഴിവ്, ഇത് നമുക്ക് ദൈവം തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ആവശ്യങ്ങളുടെ ഒരു ലിസ്റ്റ് കർത്താവിൻ്റെ മുൻപിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും പള്ളിയിൽ പോകുമ്പോൾ, ആരാധനാലയങ്ങളിൽ പോകുമ്പോൾ ഒക്കെ കർത്താവിനോട് തുറന്ന് പറയാൻ വേണ്ടിയിട്ടാണോ നമുക്ക് ഈ നാവ് തന്നിരിക്കുന്നത്? ശബ്ദിക്കാനുള്ള സംസാരശേഷി നമുക്ക് നൽകിയിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കർത്താവിനോട് പറയാൻ വേണ്ടിയിട്ടാണോ? നമുക്ക് നാവ് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ഒരു ശേഷി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് കർത്താവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമുക്ക് നാവ് തന്നിരിക്കുന്നത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 51-ാം അധ്യായം അതിൻ്റെ 15-ാം തിരുലിഖിതം വചനം പറയാണ്, കർത്താവെ എൻ്റെ അധരങ്ങൾ തുറക്കണമേ, എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. നമ്മുടെ അധരങ്ങൾ തുറക്കേണ്ടത് കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ അധരങ്ങൾ തുറക്കേണ്ടത് കർത്താവിനെ ആരാധിക്കാനും അവിടുത്തെ മഹത്വപ്പെടുത്താനും വേണ്ടിയിട്ടാണ്. പക്ഷേ ഇന്ന് അനേകം ദൈവമക്കളിൽ സംഭവിക്കുന്ന വലിയൊരു അബദ്ധം എന്താണെന്നറിയാമോ? ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ നാവ് ഉപയോഗിക്കപ്പെടുന്നില്ല, ദൈവസ്തുതികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്നില്ല. ഇനി അഥവാ ദൈവസ്തുതികൾക്ക് വേണ്ടി നമ്മുടെ നാവുകൾ ഉപയോഗിക്കപ്പെട്ടാലും അതൊരു 10% അല്ലെങ്കിൽ ഒരു 5% ഒക്കെ ഉള്ളൂ. ബാക്കി 90% ദൈവമക്കള് നാവുകൾ തുറക്കുന്നത് അല്ലെങ്കിൽ നാവ് ഉപയോഗപ്പെടുത്തുന്നത് അവരവരുടെ ആവശ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ബസ് കയറി, ട്രെയിൻ കയറി വലിയ വലിയ ആരാധനാ ശുശ്രൂഷാ കേന്ദ്രങ്ങളിലേക്ക് അല്ലെങ്കിൽ വലിയ വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ഈ കഷ്ടപ്പെട്ട് പോകുന്നത് കർത്താവിനെ സ്തുതിക്കാനൊന്നുമല്ല. അവർ കഷ്ടപ്പാട് മുഴുവൻ സഹിച്ച് പല നേർച്ചകൾ അല്ലെങ്കിൽ അവരാവശ്യപ്പെടുന്ന പല കാര്യങ്ങളൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് നമ്മുടെ നാവ് ഉപയോഗിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിന് മുന്നിൽ പറയാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം സ്തുതിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ വിടുതലിൻ്റെ പ്രാർത്ഥനയാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ, വ്യക്തിപരമായ പ്രാർത്ഥനകളിലൊക്കെ കർത്താവിനെ സ്തുതിക്കുന്നതിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തടസ്സങ്ങൾ, ബന്ധനങ്ങൾ അവിടെ തന്നെ ഇല്ലാതാവും. ഒരുപക്ഷെ നമ്മുടെ തടസ്സങ്ങൾ മാറാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഒത്തിരി ദൂരങ്ങളിലേക്ക് കഷ്ടപ്പെട്ട് ബസ് കയറി, ട്രെയിൻ കയറി ഒന്നും യാത്ര ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സ്തുതിക്കുന്നിടത്ത് വിടുതലുണ്ടാവും, സ്തുതിക്കുന്നിടത്ത് വലിയ അഭിഷേകം ഉണ്ടാവും. പൗലോസും ശീലാസും സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ചങ്ങലകൾ പൊട്ടി അവർ ജയിലിൽ നിന്ന് മോചിതരായത്. നമുക്ക് കർത്താവ് ജീവൻ തന്നിരിക്കുന്നത് കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടിയിട്ടാണ്. കർത്താവിൻ്റെ ആ ആഗ്രഹം നമ്മൾ പൂർത്തീകരിച്ചാൽ നമ്മുടെ ആഗ്രഹം കർത്താവും പൂർത്തീകരിച്ചു വരും. 150-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം തിരുലിഖിതം നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ജീവനുള്ള, ശ്വസിക്കുന്ന സകല ജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ ആത്മീയതയിൽ ദൈവസ്തുതിപ്പിന് വലിയൊരു പ്രാധാന്യം കൊടുക്കാനുള്ള ഒരു അനുഗ്രഹത്തിനായിട്ട് കർത്താവിൽ നിന്ന് നമുക്ക് ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ